ഇസ്രയേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ, അവൻ നിന്റെ മഹിമയുടെ വാളാണ്. ദൈവത്തിന്റെ സ്തോത്രം. സഹായത്തിന്റെ പരിചയമാണ്. നീ ഭാഗ്യവാനോ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം മഹിമയുടെ വാളുമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മഹിമയുടെ വാളും സഹായത്തിന്റെ പരിചയം നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമുക്ക് അടുത്ത് സഹായകനായി നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവ മുൻപായി നടക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടാത്ത നല്ല ദൈവം, ഉപേക്ഷിക്കാത്ത കർത്താവ് എങ്ങനെയാണ് നമുക്ക് സഹായകനായി കടന്നു വരുന്നതെന്ന് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജമുണ്ട്. നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞു, സംഹരിക്കാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശത്രുവിനെ സംഹരിച്ച് ഹല്ലേലൂയ നീക്കിക്കളഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തൂടെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അവൻ ഭൂമിയിൽ കൂടെ അല്ല വരുന്നത്. ഹല്ലേലൂയ. ആകാശത്തൂടെ മേഘാരൂഢനായി വരുന്നു. കാരണം ഭൂമിയിൽ കൂടെ വന്നാലും മനുഷ്യരുടെ നന്മകൾ തടയുന്ന ഹല്ലേലൂയ അന്ധകാര ശക്തികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ്, ഞാൻ ആകാശത്തോട് വരും, മേഘാരൂഢനായി വരും. കാരണം അതിലേ കൂടെ വന്ന അന്നേരം നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവൻ സഹായത്തിന്റെ പരിചയമാണ്. എപ്പോഴാണ് നമുക്ക് സഹായം ആവശ്യമുള്ളത്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാതിരിക്കുന്നത്, ആ സമയത്ത് അവൻ സഹായത്തിനായി ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മളോട് കൂടെ വരുന്ന ദൈവമാണ്. മഹിമയുടെ വാളായി അവൻ കൂടെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു എന്നാൽ, യഹോവ സിയോനിൽ നിന്ന് വന്നു, അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവൻ തൃക്കാക്കലിരുന്നു, അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. തൃക്കാക്കൽ ഇരുന്ന് തിരുവചനങ്ങൾ പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് അവനോടുകൂടി ആ പ്രമാണങ്ങൾ കയ്യിൽ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവൻ ലക്ഷോപലക്ഷം ഹല്ലേലൂയ ആ പേരുടെ അടുത്തു നിന്ന് പറന്നു വന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിലുണ്ട്. അഗ്നിമയമായൊരു പ്രമാണമാണ് അവൻ്റെ വലങ്കയിലുള്ളത്. ഹല്ലേലൂയ. തൻ്റെ ജനത്തിനും ആ ഒരു പ്രമാണമാണ് കർത്താവ് കൊടുക്കുന്നത്. നമുക്ക് ഏത് വേദനകൾ വരുമ്പോഴും ഹല്ലേലൂയ, ഏത് സങ്കടം വരുമ്പോഴും ഹല്ലേലൂയ, ഏത് കണ്ണുനീര് വരുമ്പോഴും ഹല്ലേലൂയ, ഈ മാറാത്ത വാഗ്ദത്തം നമുക്ക് വേണ്ടി തന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നുണ്ട്. നഫ്താലിയെക്കുറിച്ച് അവൻ പറയുമ്പോൾ അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. ഹല്ലേലൂയ. അപ്പം യഹോവയുടെ പ്രസാദവും അനുഗ്രഹവും ലഭിച്ചവനായി ഹല്ലേലൂയ നീ പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. അവൻ പ്രസാദം കൊണ്ട് തൃപ്തനും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസാദം കൊണ്ട് തൃപ്തനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ, അവൻ എപ്പോഴും പോർക്കളമേടുകളിൽ നിൽക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. അവനെപ്പോഴും ഹല്ലേലൂയ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഒരു വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ എപ്പോഴും യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. പറയുന്ന നഫ്താലി പോർക്കളമേടുകളിൽ തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന്റെ പ്രസാദം അവൻ്റെ മേലുണ്ട്. ആ പടിഞ്ഞാറും തെക്കും കൈവശമാക്കുവാൻ ഹല്ലേലൂയ ആ നഫ്താലിക്ക് ഒരു വരം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ ഹല്ലേലൂയ എപ്പോഴും പോർക്കളമേടുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴും യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് പൊരുതുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല,
ഉപേക്ഷിക്കുകയുമില്ല എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33 ഹല്ലേലൂയ 13-14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോസെഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ടമായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലങ്ങൾ കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലികളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസഫിൻ്റെ ശിരസിന്മേലും അവൻ തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നിറകമേലും വരുമാറാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യോസഫിൻ്റെ ശിരസിന്മേലും അവൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ തലമേൽ. ഹല്ലേലൂയ. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, അവൻ പറഞ്ഞതെന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു അവർക്ക് സെയീരിൽ നുദിച്ചു. അവൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി ഒരു അഗ്നിമയമായൊരു പ്രമാണം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ആ അഗ്നിമയമായ പ്രമാണം ദൈവം എഴുതി വെച്ചത്. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം എല്ലാവർക്കുമല്ല. ഹല്ലേലൂയ. നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയത്തില്ലേ, ഹല്ലേലൂയ, കർത്താവേ നിന്നോടുകൂടെ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. ആ ദൈവത്തോടുകൂടെ വസിക്കാനൊരു ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. അതുമാത്രമല്ല ഹല്ലേലൂയ, ആ 40 ദിവസം ഹല്ലേലൂയ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഹല്ലേലൂയ മോശ കർത്താവിൻ്റെ കാൽക്കൽ വീണുകിടന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം കഴിഞ്ഞ് ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയെ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ്റെ പരിചയം മഹിമയുടെ വാളമാകുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ അവൻ പറന്നു വരുന്നതും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്നതും. ഹല്ലേലൂയ. ആകാശത്തൂടെ മേഘാരൂഢനായി കടന്നു വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. അപ്പോൾ കണ്ണുനീരിൻ്റെ വേളയിൽ ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആവശ്യത്തിന് നിങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ കടഭാരങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ വേദന അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി ആ അഗ്നിമയമായ ഒരു പ്രമാണം അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരെന്ന് മാറുമോ, വേദനകൾ എന്ന് തീരുമോ? ഹല്ലേലൂയ. ഇവിടെ കണ്ണുനീർ എന്നാണ് തീരുന്നത് കർത്താവേ? ഹല്ലേലൂയ. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ.
കണ്ണുനീരെന്നു മാറുമോ വേദന തേളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദന തേളെന്നു തീരുമോ പാരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ പാരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ ലേശം താമസം വൈകല്ലേ നിൽപ്പാൻ ശക്തി വെല്ലുമില്ലായേ ലേശം താമസം വൈകല്ലേ നിൽപ്പാൻ ശക്തി വെല്ലുമില്ലായേ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. ഇവിടെ ചോദിക്കുന്ന കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്ന് തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങൾ കർത്താവെ നീ രക്ഷിക്കാൻ വരുന്ന ദൈവമല്ലയോ എന്നാണ് പാട്ടുകാരൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32-ന്റെ 9-10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ തന്റെ ചിറക് വിരിച്ചു അവനെ എടുത്തു. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടി അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ കൊണ്ട് നടക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോടുകൂടി നടക്കുമ്പോൾ വേറെ ഒരു അന്യ ദൈവമോ വേറെ ആരും കൂടെ ഉണ്ടാകത്തില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന യഹോവ അവനെ തനിയെ നടത്തി. ഹല്ലേലൂയ. ഒരിക്കലും യാക്കോബിനെ ദൈവം തനിയെ നടത്തി. ഹല്ലേലൂയ. അവനുള്ളതെല്ലാം അവൻ അക്കരെ കടത്തി. ഹല്ലേലൂയ. ഉഷസാകുവോളം ഒരു ദൂതനോട് കരഞ്ഞ് മല്ല് പിടിച്ചു. ആ മല്ല് പിടിച്ച സമയത്തും ഹല്ലേലൂയ തനിയെ അവൻ ശേഷിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ പേര് മാറ്റിയ ദൈവം. ഹല്ലേലൂയ. അവന്റെ പേര് അതിനു മുമ്പേ ഉപായി എന്നായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം അവന്റെ പേര് ഇസ്രായേൽ എന്നുള്ള പേര് അവന് കൊടുക്കുവാനിടയിൽ തരുന്നു. ദൈവം അവനോട് ഇടപെടുന്ന ഒരു സമയം. ഹല്ലേലൂയ. താൻ അവനെ ഹോളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് കണ്ടു. ഹല്ലേലൂയ. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചു അവനെ എടുത്തു. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ആ ചിറകിന്മേൽ വഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മറ്റാർക്കും കഴിയാത്ത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ അവരെ വഴി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. എങ്ങനെയാണ് ആ കൃപ നമ്മുടെ മേൽ പകരുന്നതെന്ന് ഹല്ലേലൂയ ആ 32-ന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. ആകാശമേ ചെവി തരിക, ഞാൻ നിന്നോട് സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വചനങ്ങളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. യഹോവയുടെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. ഹല്ലേലൂയ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സസ്യത്തിന്മേൽ മാരി പോലെ. ഹല്ലേലൂയ. ഇളമ്പലിന്മേൽ പൊടിമഴ പോലെ. ഹല്ലേലൂയ. എൻ്റെ വചനം ഹല്ലേലൂയ മഞ്ഞു പോലെ പൊഴിയും. ദൈവത്തിന്റെ വചനം നമുക്ക് പൊഴിച്ചു തരുന്നത്. ഹല്ലേലൂയ. ആ മനസ്സ് നമുക്ക് പൊഴിച്ചു തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വേദനിക്കുന്ന ഹൃദയത്തിന് ആശ്വാസമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സഹായത്തിനൊരു കരവുമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സഹായിപ്പാൻ എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഹല്ലേലൂയ ആശ്വാസദായകനായ ദൈവം അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. ഹല്ലേലൂയ. എൻ്റെ ഉപദേശം മഴ പോലെ പൊഴിയുന്നത്. ഹല്ലേലൂയ. കുറേ നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ആകാശവും ഭൂമിയെല്ലാം മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഒരു വാഗ്ദത്തം നമ്മുടെ മുൻപിൽ ഹല്ലേലൂയ എപ്പോഴും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞല്ലോ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്.
യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ഹല്ലേലൂയ. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ഹല്ലേലൂയ. ആ പരിചയം പലകയും പിടിച്ച് നമ്മുടെ സഹായത്തിനായി എഴുന്നള്ളി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മറ്റാരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ പരിചയമാണ്, എൻ്റെ കൊമ്പാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് സഹായത്തിനായി നിൽക്കുന്നത്. ഹല്ലേലൂയ. കൊമ്പായിട്ടും പരിചയമായിട്ടും പലകയായിട്ടും ഹല്ലേലൂയ അവൻ കോട്ടയായിട്ടും ഒക്കെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കെതിരായി വരുന്ന ശത്രുവിനെയൊക്കെ തകർത്തതിന് ശേഷം അതിൻ്റെ മുൻപിൽ നിന്ന് ഹല്ലേലൂയ നമ്മളെ വിടുവിക്കുവാൻ തക്കോണം ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെതായ ശബ്ദം നമുക്ക് ഹല്ലേലൂയ കേൾക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യോശുവയോട് ഒരിക്കൽ ഹല്ലേലൂയ ദൈവം ഇപ്രകാരം സംസാരിച്ചു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങളിൽ ഹല്ലേലൂയ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കാം അവൻ്റെ വേദനകൾ അറിയിക്കുമ്പോൾ, അവൻ്റെ സങ്കടം അറിയിക്കുമ്പോൾ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, എൻ സങ്കടങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോൾ തൻ വൻകൃപയെ എനിക്കു പരൻ പകർന്നു തന്നു. എൻ സങ്കടങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോൾ തൻ വൻകൃപയെ എനിക്കു പരൻ പകർന്നു തന്നു. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം തെല്ലും ലജ്ജിക്കയില്ല. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം തെല്ലും ലജ്ജിക്കയില്ല. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കാരണം അവന്റെ മുഖത്ത് നോക്കിയവർ ആരും ലജ്ജിച്ചിട്ടില്ല. ഹല്ലേലൂയ. യഹോവന്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്. ഹല്ലേലൂയ. എൻ്റെ യഹോവന്റെ ജീവന്റെ വല്ല ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. തിരുവചനത്തിൽ കാണുന്ന പോലെ ഹല്ലേലൂയ ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഒലിവ് വൃക്ഷത്തിന് തഴപ്പുണ്ട്. ഹല്ലേലൂയ. അത് യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഹല്ലേലൂയ. നടുതല. ഹല്ലേലൂയ. നമുക്കറിയാം ഏത് സാധനത്തിന്റെയും ഹല്ലേലൂയ ആ നടുതലയാണ് നമ്മൾ നടുന്നത്. ഹല്ലേലൂയ. ആ അതിനകത്ത് ഇളംപുല്ല് പോലെ ഹല്ലേലൂയ ചെറിയ ചെറിയ മുളകൾ പൊട്ടിയാണ് ഹല്ലേലൂയ ഒരു ചെറിയ ചെടികളൊക്കെ നടുമ്പോൾ അത് വളർന്ന് വരുവാനിടയിൽ തരുന്നത്. ഹല്ലേലൂയ. അതുപോലെയാണ് ദൈവമക്കളെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നട്ടത് എങ്ങനെയാണ്. ഹല്ലേലൂയ. അതിന്റെ കൊമ്പ് മതിൽമേൽ പടരുന്ന യോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന. ഹല്ലേലൂയ. അവൻ ഫലപ്രദമായൊരു വൃക്ഷമാണ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഉണ്ട്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, എന്നിട്ടും ഹല്ലേലൂയ അവൻ മതിൽമേൽ പടരുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതലെ തഴയ്ക്കും. ഹല്ലേലൂയ പടരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയാ നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. 365 ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുക. ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ പിന്നെന്തിനാണ് വിഷമിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിന്റെ സഹായത്തിന്റെ പരിധിയും മഹിമയുടെ വാളുമല്ലയോ. ഹല്ലേലൂയ. പിന്നെന്തിനാണ് നീ വിഷമിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിലുള്ള നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് 1-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ യോശുവയോട് പറയാ നീ രാവും പകലും ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാത്രിയിലും ധ്യാനിക്കണം, പകലും ധ്യാനിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തോട് ദൈവം രാത്രിയിലും സംസാരിക്കും, പകലും സംസാരിക്കും. ഹല്ലേലൂയ. എപ്പോഴും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം അത് നമ്മുടെ വായിലും നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജീവനും മരണവും എല്ലാം നമ്മുടെ വായിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഓരോ വാക്കിൽ കൂടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയിത്തീരും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഹല്ലേലൂയ വാതിലുകൾ ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ തുറന്നു വരുന്നതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര അത്യത്ഭുതമാണ്. ഹല്ലേലൂയ. അത്ര അഗോചരമാണ്.
അത്ഭുതമാണ് ഹല്ലേലൂയ. അവൻ്റെ ക്രിയകൾ അത്ഭുതമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, ഇതാ ഞാനിന്ന് ജീവനും ഗുണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ എന്നാൽ നീ അനുസരിക്കാതെ ഇവിടെ പറയുക നിന്റെ ഹൃദയം മറിഞ്ഞു പോകുന്നെങ്കിൽ ഞാനത് ചെയ്യത്തില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ കൽപ്പനകൾ പ്രയാസമുള്ളവയല്ല, ദൂരമുള്ളതല്ല. അത് കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് 6 സമുദ്രം കടന്ന് കൊണ്ട് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിക്കാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. നമ്മുടെ വായിലും ഹൃദയത്തിലും ആ വചനം ഇരിക്കുന്നത്, ദൂരത്തല്ല അതിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അടുത്തിരിക്കുന്ന ദൈവമാണെന്ന് രാവിലെ ഒരു പാട്ട് ഇപ്രകാരം പാടാറുണ്ട്. അടുത്തവർക്ക് അടുത്തവൻ താൻ ആനന്ദം അഖിലവും തരും പരന്താൻ. അടുത്തവർക്കടുത്തവൻ താൻ ആനന്ദം അഖിലവും തരും പരന്താൻ. മാടിക്കരുതേ മയങ്ങിടരുതേ ശുഭ മംഗളകാരണനെ. ഒരു നിമിഷവും മനമേ അകലെ ഇരിക്കരുതേ നീയേ. ഒരു നിമിഷവും മനമേ എൻ്റെ മനസ്സ് അകന്നിരിക്കരുതേ എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ. ഏത് പ്രയാസങ്ങൾ കൂടെ കടന്നു പോയാലും ആ പ്രയാസങ്ങളെ മാറ്റിത്തരുവാൻ, ആ സങ്കടം നീക്കിത്തരുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മളോട് കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഹല്ലേലൂയ, ഈ വേദനകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നീ ഇങ്ങനെ പറഞ്ഞ് പിറുപിറുക്കല്ലേ. ഹല്ലേലൂയ. വേദനിക്കരുതേ. ഹല്ലേലൂയ. എൻ്റെ കരമാണ് നിന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ സ്നേഹമാണ് നിന്നെ ഹല്ലേലൂയ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വിഷമിക്കല്ലേ എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ പറയുവാനിടയാക്കി തീർക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആസാഫിൻ്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മത്തന്യാവ് രണ്ടാമൻ, അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബൂക്ക് യദൂദൂൻ്റെ മകനായ ഗാദിൻ്റെ മകനായ ശമ്മൂവേലിൻ്റെ അബ്ദയും തന്നെ. അപ്പോൾ ആദ്യം തന്നെ പാട്ട് പാടുന്ന ഒരുത്തനായിരുന്നു ആസാഫ്. ഹല്ലേലൂയ. അവൻ്റെ മകൻ്റെ മകൻ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അവൻ രണ്ടാമനാണ്. അവൻ മാത്രമല്ല ഹല്ലേലൂയ സഹോദരന്മാരിൽ ഒരുത്തനായ അവൻ സ്തോത്രം ആരംഭിക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ സ്തോത്രം ആരംഭിക്കുന്ന ഒരാൾ. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ പാട്ട് പാടാൻ ഭയങ്കര കഴിവുള്ളവരായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ മാതാവും പാടും എൻ്റെ പിതാവും പാടും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ എൻ്റെ സഭയിൽ ഹല്ലേലൂയ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, മൈക്കിൽ കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവ് പുറകിൽ വന്നിരുന്നു. ഹല്ലേലൂയ. പുറകിൽ വന്നിരുന്നു, എൻ്റെ പുറകിൽ വന്നിരുന്നു ഹല്ലേലൂയ പാട്ട് പാടാനിടയിൽ തീർന്നു മൈക്കിൽ കൂടെ. ഹല്ലേലൂയ. ആ മൈക്കിൽ കൂടെ പാടുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ പിതാവിന്. ഹല്ലേലൂയ. എന്നാലും അധികം നാളൊന്നും പാടാൻ പറ്റിയില്ല. എങ്കിലും ഹല്ലേലൂയ മൈക്കിൽ കൂടെ അന്നൊരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് പാടുവാനിടയിൽ തീർന്നു. എൻ്റെ പിതാവും പാടും മാതാവും പാടും. ഹല്ലേലൂയ. സഭയിലൊക്കെ ആദ്യം ഹല്ലേലൂയ പാട്ടിന് ആദ്യം ഇടുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ മാതാവായിരുന്നു. ഹല്ലേലൂയ. അത്രയും ഒരു നല്ല ശീലങ്ങൾ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ പാടി പഠിപ്പിച്ച പാട്ടാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന പല പാട്ടുകളും. ഹല്ലേലൂയ. എൻ്റെ മാതാവ് നല്ലപോലെ പാട്ട് പാടിത്തരുന്ന ഒരാളായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും പാട്ട് പാടാറുണ്ട്. ഹല്ലേലൂയ. പാടുകയും ചെയ്യും. ഹല്ലേലൂയ. സഭയിലൊക്കെ ഓരോ വാക്യങ്ങളെല്ലാം കാണാതെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഇപ്പോഴും ഹല്ലേലൂയ 80 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പുള്ളി സമ്മാനമൊക്കെ മേടിക്കുന്ന ഒരാളാണ് സഭയിൽ. ഹല്ലേലൂയ. ബൈബിൾ ക്വിസിനൊക്കെ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആ വചനം എപ്പോഴും മനസ്സിനകത്ത് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മാതാവ്. ഹല്ലേലൂയ. അവരിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലും എനിക്കൊരു ഹല്ലേലൂയ ധന്യമായ അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ. പാടാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അവരിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. അവരെന്നെ അതൊക്കെയും പാടിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഹല്ലേലൂയ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും ഹല്ലേലൂയ നല്ലതുപോലെ ഹല്ലേലൂയ പാട്ട് പാടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അത് ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ
തക്കോണം ദൈവം എനിക്കൊരു അവസരങ്ങൾ തരുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നോക്ക്, ഈ പാട്ടുകാരനായ ആസാഫിന്റെ മകനായ മീഖയുടെ മകൻ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്നതിൽ തലവനായിരുന്നു. ഹല്ലേലൂയ. ആ ആസാഫിന്റെ കൊച്ചുമകനും സഭയില് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ സ്തോത്രം ആരംഭിക്കുന്ന ഒരാളായിരുന്നു. ഹല്ലേലൂയ. ആസാഫ് പാട്ടുകാരനായിരുന്നെങ്കിൽ അതിന്റെ കൊച്ചുമകനും ഹല്ലേലൂയ അങ്ങനെ ദൈവസന്നിധിയിൽ വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയായി തീർന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഹല്ലേലൂയ ഈ പാട്ടുകാരൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോക്ക്, അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പാട്ടുകാരനാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ നല്ല പാട്ടും ഒക്കെ ശീലിച്ച് ഹല്ലേലൂയ ഇരിക്കുന്നത് തക്കവണ്ണം കാണാൻ ഇടയാക്കി തീർക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ലോകവും അതിൻ്റെ മോഹം എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എന്നേക്കും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തൊക്കെയാണ് ഹല്ലേലൂയ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കുന്ന വഴികളെക്കുറിച്ച് ഹല്ലേലൂയ ഇപ്പോഴാണ് പറയുന്നത്. കുശവൻ്റെ കയ്യിൽ ഞാനൊരു കളിമണ്ണാണ് ഹല്ലേലൂയ, അതുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഹല്ലേലൂയ തിരുവചനത്തിൽ ഹല്ലേലൂയ ഒരു പാട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. നിന്നിഷ്ടം ദേവ ആയിടട്ടെ, ഞാനോ നിൻ പാത്രം നിൻ കരത്തിലാണ്. ആയിടട്ടെ ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ, നിന്നിഷ്ടം പോലെ ഇടട്ടെ നിൻ സന്നിധോ ഞാൻ താണിരിക്കും. നിൻ വചനമാ തണ്ണീരിനാ എന്നെ കഴുകി ശുദ്ധിച്ചേക. നിന്നിഷ്ടം പോലെ ആകണമേ, എന്നിഷ്ടരനെ തള്ളിയാലും ഞാൻ കൈവിടില്ല എന്നോ ചൊന്ന നാദാനിൻ വാക്കൻ ആശ്വാസമേ. നിന്നിഷ്ടം പോലെ ആകണമേ, നിത്യവും ഞാൻ നിൻ ദാസൻ തന്നെ. എന്നുള്ളിൽ വാഴും ശുദ്ധാത്മാവാ എന്നും നിറഞ്ഞു ശോഭിപ്പാൻ ഞാൻ. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting, yielded and still. Have thine own way, Lord, have thine own way. Search me and try me as today. Whiter than snow, Lord, wash me just now, as in thy presence humbly I bow. Have thine own way, Lord, have thine own way. Wounded and weary, help me I pray.
നിന്റെ ഇഷ്ടം പോലെ എന്നെ ആക്കണമേ ഹല്ലേലൂയ എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഒരിക്കലും മാറിപ്പോകാത്തതാണ്. ഹല്ലേലൂയ. അത് മാറ്റമില്ലാത്തതാണെന്ന് തിരുവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 34-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും, അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിന്റെ കായ വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, ആകാശമൊക്കെ അലിഞ്ഞു പോകും. ഹല്ലേലൂയ. ചുരുൾ പോലെ ചുരുണ്ടു പോകും, അതിലെ സൈന്യമെല്ലാം മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെ. ഹല്ലേലൂയ. അത്തിവൃക്ഷത്തിന്റെ കായ വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകുമെന്ന്. ഹല്ലേലൂയ. അത്തിവൃക്ഷത്തിന്റെയും മുന്തിരിവള്ളിയുടെ ഒക്കെ ഇല വാടിപ്പോവുകയും കായ ഉതിർന്നു പോവുകയും ചെയ്യുന്ന പോലെ ആകാശം അങ്ങനെ അലിഞ്ഞു പോകുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആകാശമൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക, ദൈവത്തിന്റെ വചനത്താൽ നിൽക്കുന്നുവെന്ന് 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ വചനത്താൽ ആകാശവും ഭൂമിയും ഇന്നും നിൽക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അലിഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ ആകാശം അലിഞ്ഞു പോകും. ഹല്ലേലൂയ. എല്ലാ പണികളും വെന്തുപോകും ഈ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ന്യായത്തോടെ അധികാരം നടത്തുന്ന ഒരു രാജാവ് വാഴാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഓരോ ലക്ഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷമായി ഹല്ലേലൂയ ആർക്കും എങ്ങും പോകാൻ കഴിയാതെ വേദനിച്ചുകൊണ്ട്. ഹല്ലേലൂയ. പ്ലെയിനില്ല, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളൊക്കെ ഇല്ല, നിസാര ചില സ്ഥലങ്ങളിൽ കൂടെയൊക്കെ മാത്രമേ മനുഷ്യർക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റന്റെ വാക്ക് കേൾപ്പിൻ. അപ്പൊ ഇന്നെല്ലാവരും സ്വൈര്യമായിട്ടും സന്തോഷത്തോടെ അങ്ങ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ ആകാശമല്ല അലിഞ്ഞു പോകും, അത് അടർന്നു വീഴും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുക. എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും, മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. ഒരു വർഷക്കാലമായി ഈ മുന്തിരിക്കൊയ്ത്ത് നഷ്ടമായിട്ട്. ഹല്ലേലൂയ. ആർക്കും മുന്തിരി തോട്ടത്തിൽ വേല ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു വർഷക്കാലമായി ഒരു ട്രാക്ട് പോലും കൊടുക്കാൻ കഴിയാതെ വേദനിച്ചുകൊണ്ട് ജനങ്ങൾ നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യം ഒരു വർഷക്കാലമായി. ഹല്ലേലൂയ. എങ്ങും പോകാൻ പറ്റുന്നില്ല, ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആത്മീയമായ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സൂം വഴിയുള്ള മീറ്റിങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീട്ടിലിരുന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. പുറത്തോട്ടിറങ്ങാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാവരും നടുങ്ങിയിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും, മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മുന്തിരിക്കൊയ്ത്തൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഇപ്പോൾ ഒരു വർഷക്കാലമായി നമുക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ആ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. ഹല്ലേലൂയ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തരും, ഉദ്യാനവനമായി എണ്ണപ്പെടും. ഹല്ലേലൂയ. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. ഹല്ലേലൂയ. അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി പകരുവോളം നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഉയരത്തിലെ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഉയരത്തിലെ ശക്തി എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മേൽ വരുന്നതെന്ന് ഹല്ലേലൂയ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17-13 മുതലുള്ള വേദഭാഗത്തിൽ കാണുന്നുണ്ട്. ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പീൻ, സമീപസ്ഥരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ചെയ്യുന്നവൻ, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവൻ്റെ വെള്ളം മുട്ടിപ്പോകത്തുമില്ല.
നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണും. നിന്റെ കണ്ണ് സൗന്ദര്യത്തോടെ ഹല്ലേലൂയ അവനെ ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണും. നമ്മുടെ കണ്ണ് യഹോവെങ്കിലേക്ക് തന്നെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ വിശാലമായ ദേശം കാണുവാൻ ഹല്ലേലൂയ ആ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ തക്കോണം ഹല്ലേലൂയ ഇടയായിത്തീരും. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും. നമുക്ക് എപ്പോഴും രാജാവുണ്ട് ഹല്ലേലൂയ. 149 സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്ന ഇസ്രായേൽ തങ്ങൾ ഉണ്ടാക്കിയവനിൽ ആനന്ദിക്കട്ടെ, സിയോന്റെ മക്കൾ നൃത്തം ചെയ്തുകൊണ്ട് അവിടെ നാമത്തെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് ഹല്ലേലൂയ? എങ്ങനെയാണ് നൃത്തം ചെയ്തത്? രാജാവിൽ ആനന്ദിക്കണം ഹല്ലേലൂയ. ഒരു രാജാവ് നീതിയോടെ വാഴും ഹല്ലേലൂയ. ഒരു കർത്താവ് രാജാതി വരാൻ പോകുക, അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ. ഓരോ ദിവസവും അതിന്റെ നടുക്കം ആ ജനത്തിന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഹല്ലേലൂയ എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഹല്ലേലൂയ ഒരു രാജാവ് നീതിയോട് വാഴും ഹല്ലേലൂയ. ആ നീതിയോട് വാഴുന്ന കർത്താവിന്റെ അടുത്ത് ഹല്ലേലൂയ നമുക്ക് ആ ഹല്ലേലൂയ നീതിയോടുകൂടെ ജീവിക്കാൻ തക്കണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അത് മാത്രമല്ല, നമ്മുടെ കണ്ണ് ആ രാജാവിനെ കണ്ടുകൊണ്ടിരിക്കും ഹല്ലേലൂയ. എപ്പോഴും അവനിൽ ആശ്രയിക്കുവാൻ. അതല്ലയോ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം ഹല്ലേലൂയ. ഞാനൊരൊറ്റ കാര്യമേ ആഗ്രഹിച്ചുള്ളൂ അല്ലെ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവനോടുകൂടെ വസിക്കുവാനും ഹല്ലേലൂയ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ. എപ്പോഴും കർത്താവിനോടുകൂടെ വസിക്കുന്നത് എത്ര ഭാഗ്യമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം മഹിമയുടെ വാളുമാ. ഇസ്രായേലേ നീ ഭാഗ്യവാൻ ഹല്ലേലൂയ. ഇസ്രായേലിനെ കുറിച്ച് അവൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ. അവന് സഹായത്തിന്റെ പരിചയമായി മഹിമയുടെ വാളായി കടന്നു വരുന്ന ഒരു കർത്താവ്, നമ്മുടെ സങ്കടം കാണുന്നവൻ, നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ, നമ്മുടെ വേദന മനസ്സിലാക്കുന്ന കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഹല്ലേലൂയ. ഉയരത്തിലെ പദ്ധതികൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആകാശത്തൂടെ മേഘാരുടനായി കടന്നു വരുന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഹല്ലേലൂയ മധ്യസ്ഥ അണച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഹല്ലേലൂയ. നിങ്ങളുടെ വേദനിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഹല്ലേലൂയ അത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എല്ലാവരും സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പരിശുദ്ധനായ കർത്താവെ, ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഹല്ലേലൂയ ആ സ്വർഗീയ ശക്തി കർത്താവെ ഹല്ലേലൂയ ആ രാജാവിന്റെ സൗന്ദര്യം ഹല്ലേലൂയ ഒന്ന് ദർശിക്കുവാൻ തക്കണം. എല്ലാവരും നീ സഹായിക്കണമേ. ഒരു അഗ്നി അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിലെ സന്തോഷത്താൽ എല്ലാവരും നിറയപ്പെട്ട് കർത്താവെ, ഇപ്പോൾ തന്നെ കർത്താവെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ഹല്ലേലൂയ സ്വർഗീയ സന്തോഷത്താൽ നിറയപ്പെട്ട് ആ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് യഹോവയുടെ നാമത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർക്കുമാറാകണം ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണം. ഒരു രാജാവ് കടന്നു വരാൻ പോകുന്നു, നീതിയോടെ വാഴാൻ പോകുന്നു ഹല്ലേലൂയ. ആ രാജ്യത്തിനായി ഒരുങ്ങുവാൻ തക്കോണം ഹല്ലേലൂയ. എല്ലാവരെയും ഒരുക്കുവാൻ തക്കോണം ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.